90 മിനിറ്റ് വരെ ഫുട്ബോൾ ഒരു കളിയാണ്, പക്ഷെ ചില രാത്രികളിൽ അത് ഒരു അത്ഭുതമായി മാറും. 2 ഗോളിന് പിന്നിൽ ലോക ചാമ്പ്യന്മാർ തളർന്നുവെന്ന് എല്ലാവരും കരുതിയ നിമിഷം ഈജിപ്ത് മുഹമ്മദ് സലാഹിന്റെ നേതൃത്വത്തിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച് 2-0 മുന്നിലെത്തി. അർജന്റീനയുടെ ക്വാർട്ടർ ഫൈനൽ സ്വപ്നം അവസാനിക്കുകയാണെന്ന് തോന്നിയ നിമിഷം. പക്ഷേ അതാണ് അർജന്റീന. 79-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമേറോയുടെ ഹെഡർ പ്രതീക്ഷയുടെ ആദ്യ തീപ്പൊരി. 83-ാം മിനിറ്റിൽ ലോകം വീണ്ടും കണ്ടു ആ മാന്ത്രിക ഇടതുകാൽ ലയണൽ മെസ്സിയുടെ സമനില ഗോൾ. സ്റ്റേഡിയം മുഴുവൻ വീണ്ടും ജീവൻ വീണ്ടെടുത്തു. എന്നാൽ കഥ അവിടെയും അവസാനിച്ചില്ല. ഇഞ്ചുറി ടൈമിൽ 90+2-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ഉയർന്നു ചാടി ഹെഡറിലൂടെ പന്ത് വലയിലെത്തിച്ചു. 3-2. അസാധ്യമായൊരു തിരിച്ചുവരവ് യാഥാർത്ഥ്യമായി. 2 ഗോളിന് പിന്നിൽ നിന്നൊരു ടീം വെറും 13 മിനിറ്റിനുള്ളിൽ 3 ഗോൾ നേടി മത്സരം സ്വന്തമാക്കുന്നു. അതാണ് ചാമ്പ്യൻ മനോഭാവം. അതാണ് അർജന്റീനയുടെ പോരാട്ട വീര്യം. ഈജിപ്തിന് അഭിമാനത്തോടെ തലയുയർത്തി മടങ്ങാം. ലോക ചാമ്പ്യന്മാരെ അവർ അവസാന നിമിഷം വരെ വിറപ്പിച്ചു. പക്ഷേ വലിയ മത്സരങ്ങളിൽ ചെറിയ അവസരങ്ങൾ പോലും ശിക്ഷിക്കാൻ അറിയുന്ന ടീമാണ് അർജന്റീന. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ ബോർഡ് പറഞ്ഞത് ഒന്ന് മാത്രം: അർജന്റീന 3, ഈജിപ്ത് 2. ലോകകപ്പ് 2026-ലെ ഏറ്റവും നാടകീയമായ തിരിച്ചുവരവുകളിൽ ഒന്ന്. ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത് അർജന്റീന. ലോകത്തോട് ഒരിക്കൽ കൂടി അവർ വിളിച്ചു പറഞ്ഞു: ഈ ടീമിനെ അവസാന വിസിൽ മുഴുകുന്നതിന് മുമ്പ് ഒരിക്കലും എഴുതി തള്ളരുത്.